കോഴിക്കോട് MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടി നിരപരാധികളെ ജയിലിലടച്ച സംഭവം ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവ്. ഇതു സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്തയടക്കം തന്നെ കേരള വിഷൻ ന്യൂസിലൂടെ പുറത്തുവിട്ടിരുന്നത്. MDMA എന്ന് കരുതി കൽക്കണ്ടം പിടികൂടിയ നിരപരാധികളെ ജയിലിലടച്ച സംഭവമെല്ലാം തന്നെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇത്തരത്തിൽ ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള ഒരു ഉത്തരവായിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? ഇതെന്താ, ഈ 2024 നവംബർ 26-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ജോലി ആവശ്യങ്ങൾക്ക് കോഴിക്കോട് എത്തിയ ഇവർ താമസിച്ചിരുന്നൊരു ഹോട്ടലിൽ നിന്നും താഴെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഡാൻസർ സംഘം വന്ന് ഇവരെ തടഞ്ഞു വെച്ചത്. ഈ പോലീസിന്റെ പരിശോധനയിൽ ഈ കണ്ണൂർ സ്വദേശിയായ മണികണ്ഠന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന 58 ഗ്രാമോളം കൽക്കണ്ടം കണ്ടെത്തി. ആ സമയത്ത് തന്നെ ഇവർ പറഞ്ഞതാണ് ഇത് MDMA അല്ല, കൽക്കണ്ടമാണ്, തങ്ങൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ് എന്ന് ഇവർ പറഞ്ഞു. പക്ഷെ ഇത് കൽക്കണ്ടമല്ല, MDMA എന്ന് കരുതിയാണ് ഈ പോലീസ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ പോലീസിന്റെ അനാസ്ഥയിൽ 151ഓളം ദിവസം, അതായത് 5 മാസത്തോളമാണ് ഈ 2 പേർക്കും ജയിലിൽ കഴിയേണ്ടി വന്നത്. പിടികൂടിയത് കൽക്കണ്ടമാണെന്നുള്ള രാസപരിശോധന ഫലം വന്നതോടെയാണ് ഇവരെ സ്വന്തം ജാമ്യത്തിൽ ഈ കോടതി ഇവരെ കുറ്റമുക്തരാക്കി. എന്തായാലും ഈ കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് ഇവർ പുറത്തിറങ്ങുന്നത്. അതിനുശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള ഒറ്റപ്പെടലുകൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല പലവിധ ഭീഷണികളും, ഫോൺ വിളിച്ച് വധഭീഷണി അടക്കം ഇയാൾക്കെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് ഉത്തരവായിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ നീതി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഈ ഇരകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഇതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരും. തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായി ലഭിക്കേണ്ട ശിക്ഷ അത് നേടിയെടുക്കുന്നത് വരെ തങ്ങൾ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഈ പ്രതിഭാഗത്ത് നിന്ന ഈ നിരപരാധികളായിട്ടുള്ള കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനും അതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ബിജുവും പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു. വൃന്ദ. ജോസഫ്, ഇപ്പോൾ ഈ നിരപരാധികളായിട്ടുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം അവർ കേരള വിഷൻ ന്യൂസിലൂടെ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അവരോട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ പല ആളുകൾ, അതായത് സുപരിചിതരല്ലാത്ത ആളുകൾ വീടിന് ചുറ്റും വലം വയ്ക്കുന്നതായി ഇത്തരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല ഫോണിലൂടെ ഈ കേസുമായി മുന്നോട്ട് പോകരുത്, മുന്നോട്ട് പോയാൽ ഈ കേസ് വിജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ അത്തരത്തിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പലരും വിളിച്ചതായി പറയുന്നു. മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമ പ്രവർത്തകർക്കും ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിൽ ഉള്ളൊരു സന്ദേശങ്ങളാണ് പലപ്പോഴും ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല അഭിഭാഷകരും, സീനിയർ ആയിട്ടുള്ള പല അഭിഭാഷകരും ഈ കേസിൽ ഇടപെട്ടിരുന്നു. നീതി നേടിയെടുക്കും വരെ ഈ പോലീസിനെതിരെയുള്ള ഒരു പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷെ അതേസമയം പോലീസ് പറയുന്ന മറ്റൊരു ഭാഗം കൂടിയുണ്ട്. അതായത് MDMA എന്ന് കരുതി കൽക്കണ്ടം കൊടുത്തത് ഒരുപക്ഷെ ഇവരാണ് കബളിപ്പിക്കപ്പെട്ടത് എന്നാണ് ഈ കേസിൽ പോലീസ് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഇപ്പോഴും കുറ്റവിമുക്തരാക്കാൻ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കോടതി ഇവരെ വെറുതെ വിട്ടുവെങ്കിലും പോലീസിന്റെ ഭാഷ്യം ഇതാണ്. അതായത് MDMA നൽകുന്ന ആളുകൾ ഈ കൽക്കണ്ടം നൽകി ഇവരെ പറ്റിച്ചു എന്നുള്ളൊരു ഭാഷ്യമാണ് ഇപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. പക്ഷേ ഇവർ ആദ്യഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ MDMA വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ എവിടെ എന്നാണ് ഇവർ പ്രധാനമായും ചോദിക്കുന്നത്. ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ നിരവധി വർഷക്കാലം ഈ ബസ് ജീവനക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു ഈ ബിജു.
മാത്രമല്ല ഈ കാഞ്ഞങ്ങാട് പ്രദേശത്ത് നല്ല രീതിയിൽ ആളുകളുമായി നന്നായി ഇടപെടുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. ഇത്തരത്തിൽ ഒരു കേസിൽ അകപ്പെട്ടതോടെ തന്റെ കുടുംബം വളരെയേറെ ഒറ്റപ്പെട്ടതായും തന്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും തന്നെ കണ്ടാൽ മിണ്ടാതാവുകയും തന്റെ ഏകയായി ജീവിക്കുന്ന അമ്മയോട് പോലും ആളുകൾ മിണ്ടാതാവുകയും ചെയ്തൊരു സാഹചര്യം വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ ബിജു ഓർത്തെടുക്കുന്നത്. ജയിലിൽ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം കണ്ണീർ വാർത്ത കൊണ്ടാണ് കരഞ്ഞുകൊണ്ടാണ് പല ദിവസങ്ങളും കഴിഞ്ഞു കൂട്ടിയതെന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും അയാൾ വ്യക്തമാക്കിയതാണ്. അമ്മ ഒരിക്കൽ ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഈ വിലങ്ങുകളുമായി താൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അവിടെ ഒരു അപഹാസ്യ കഥാപാത്രമായി വന്നു പോകരുത് എന്നൊരു അപേക്ഷയാണ് ജയിലിൽ വന്നപ്പോ അമ്മ തന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് ബിജു വളരെ വേദനയോട് പറയുകയുണ്ടായി. അങ്ങനെ ഒരു 151 ദിവസം കൊണ്ട് ഒരു മനുഷ്യായുസ്സിൽ അനുഭവിക്കേണ്ട വേദനകളെല്ലാം നിരപരാധിയായിരുന്നിട്ടും അനുഭവിച്ചു എന്നുള്ളതാണ് ഇയാൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മാത്രമല്ല കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠൻ, അയാളുടെ മകളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ പോലീസിന്റെ അനാസ്ഥയിൽ 2 കുടുംബങ്ങൾ വളരെയേറെ വേദനയിലൂടെ കടന്നുപോയിരുന്ന ആളുകളായിരുന്നു ഈ 151 ദിവസം. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു നിയമ പോരാട്ടവുമായും പോകാൻ ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഒരു പരാതിയും അഭിഭാഷകർ നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് DGPക്ക് ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയത്. ഈ DGP ഇപ്പോൾ കോഴിക്കോട് സിറ്റി കമ്മീഷണർക്ക് ഒരു പ്രത്യേക ഉത്തരവ് നൽകിയിരിക്കുന്നു. DYSP റാങ്കിൽ കുറയാത്ത ഒരാൾ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ്. വൃന്ദ. ശരി, വ്യക്തമാണ് ജോസഫ്.